ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ഡോണറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കാം. 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ ആ ഈസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക, വേറെ എടുത്ത് ഇതുപോലെ ചെയ്യുക. ഇനി ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ തയ്യാറാക്കി എടുക്കണം. ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്താലും മതി. ഞാനിവിടെ ഡോ 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബൗളിലായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്ത ശേഷം ഡോ ബൗളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഡോയുടെ മുകളിലായിട്ടും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. ഇനി ഇത് നമുക്ക് 3 മുതൽ 4 മണിക്കൂർ വരെ അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലത്ത് വെക്കുക. ഇപ്പം ഞാൻ വെച്ചത് നമ്മുടെ വീട്ടിൽ വിറക് അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചൂടുണ്ടാവും. ആ ഒരു സ്ഥലത്താണ് ഞാൻ വെച്ചത്. അപ്പോൾ നമ്മുടെ ഡോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു 1/2 ഇഞ്ചെങ്കിലും തിക്കിൽ ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള ഒരു ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നടുഭാഗം കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു നോസിലും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് നിറം മാറി വരാൻ തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 തവണ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റിന് ബട്ടർ ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് ഇഷ്ടമുള്ള സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.